ഹായ് ഫ്രണ്ട്സ്, നമ്മളിൽ ഭൂരിഭാഗം പേരും ദിവസം മണിക്കൂറുകളോളം യൂട്യൂബ് വീഡിയോകൾ കാണുന്നതാണ്. പക്ഷേ ഇതേ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ വരുമാനം നേടാമെന്ന് എത്ര പേർക്കറിയാം? പക്ഷേ ഒരു ചാനൽ വെറുതെ തുടങ്ങി വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രം വിജയിക്കാൻ സാധിക്കില്ല. ശരിയായ രീതിയിൽ ചാനൽ സൃഷ്ടിക്കുകയും ആവശ്യമായ എല്ലാ അഡ്വാൻസ് സെറ്റിംഗ്സും കൃത്യമായി മാത്രമേ നിങ്ങളുടെ വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിക്കൂ. ഈ വീഡിയോയിൽ ഒരു പുതിയ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം, ചാനൽ സൃഷ്ടിച്ചതിന് ശേഷം ചെയ്യേണ്ട പ്രധാനപ്പെട്ട എല്ലാ സെറ്റിംഗ്സും അഡ്വാൻസ് സെറ്റിംഗ്സ് ഉൾപ്പെടെ ഘട്ടം ഘട്ടമായി വളരെ എളുപ്പത്തിൽ ഞാൻ കാണിച്ചു തരാം. അതിനാൽ വീഡിയോ മുഴുവനായും കാണുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കണും അമർത്തൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ചാനൽ തുടങ്ങിയാലോ? ചാനൽ തുടങ്ങുവാൻ ആദ്യം വേണ്ടത് ഒരു ജിമെയിൽ ഐ ഡിയാണ്. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടാകാം. പക്ഷേ നമുക്ക് പുതിയൊരു ജിമെയിൽ ഐ ഡി തുടങ്ങുന്നതാകും ഉചിതം. അതിനെന്താ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ യൂട്യൂബിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബിലെത്തും. അവിടെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് യു എന്ന നമ്മുടെ പ്രൊഫൈൽ ലോഗോ കാണാം. ആ ലോഗോയിൽ എന്ത് ചെയ്യാം? ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിതിൻ്റെ യൂട്യൂബിൻ്റെ പ്രൊഫൈലിലെത്തും. അവിടെ മുകൾ ഭാഗത്ത് ഇടത്തെ സൈഡിൽ അക്കൗണ്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മൊബൈലിലുള്ള മുഴുവൻ ജിമെയിൽ അക്കൗണ്ടുകളും, ചിലപ്പം ഒന്നെങ്കിലും എല്ലാവർക്കും ഉണ്ടാവും, ചിലപ്പോൾ ഒന്നിൽ കൂടുതലും ഉണ്ടാവും, അത് മൊത്തം കാണിക്കും. അപ്പോൾ അക്കൗണ്ട്സിന് മൊത്തം അതായത് കാണിക്കുമ്പോൾ അതിൻ്റെ വലത്തേ സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ കാണാം മുകളിൽ. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ പുതിയൊരു ഫേസിലേക്ക് എത്തിപ്പെടും. അവിടെ ചിലപ്പോൾ ഫിംഗർ പ്രിൻ്റൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണിക്കും: ഫോർ മൈ പേഴ്സണൽ യൂസ്, ഫോർ മൈ ബിസിനസ്. അപ്പോൾ നമുക്കിപ്പോൾ ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. മറ്റതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞുതരാം, പിന്നീട് നമുക്ക് വേണമെങ്കിൽ മാറാം. അപ്പോൾ നമ്മൾ ഫോർ മൈ പേഴ്സണൽ യൂസ് എന്ന് തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേരോ അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ടിലുള്ള പേരാണ് കൊടുക്കേണ്ടത്. ചാനൽ നെയിം കൊടുക്കണം എന്നില്ല. ഇനി എന്ത് വേണമെങ്കിലും തിരിച്ചറിയണമെങ്കിൽ ഈ അക്കൗണ്ടിലാണ് ചാനൽ എന്നറിയണമെങ്കിൽ ചാനൽ നെയിമുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുകയാണ് നല്ലത്. പക്ഷെ ഞാൻ തൽക്കാലം മാത്സ് ആൻഡ് മൈൻഡ് കൊടുക്കുന്നുണ്ട്, അത് ചാനലുമായിട്ടൊരു ബന്ധമില്ല. പിന്നെ നമ്മളെ ബർത്ത് ഡേറ്റ്, അതേപോലെ നമ്മുടെ പേര്, ജെൻഡറും ഒക്കെ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ തരും. അതായത് ആദ്യത്തെ രണ്ട് ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. ഞാനിവിടെ കൊടുത്ത ഫസ്റ്റത്തെ ഓപ്ഷന് സെലക്ട് ചെയ്ത്, എന്നിട്ട് അവിടെ മൊബൈൽ വെരിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനിൽ കൊടുക്കാം. അടുത്ത് നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് അടിച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് എ സ്ട്രോങ് പാസ്വേഡ്, അതായത് നമ്മൾ നല്ല ഒരു അടിപൊളി പാസ്വേഡ് കൊടുക്കുക. മാത്രമല്ല പാസ്വേഡ് മറക്കരുത്. പാസ്വേഡ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഡയറിയിലോ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കുക. പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ കീ പോലെയാണ്. നമുക്ക് അകത്ത് പ്രവേശിക്കണമെങ്കിൽ ഈ പാസ്വേഡ് നിർബന്ധമാണ്. അപ്പോൾ പാസ്വേഡ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള, പെട്ടെന്ന് ആർക്കും അറിയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പാസ്വേഡ് കൊടുക്കുക. നിങ്ങൾ സുരക്ഷിതമായി എഴുതി വെക്കുക. ഓക്കെ, മറന്നു പോകരുത്. അങ്ങനെ നമ്മൾ പാസ്വേഡ് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജിമെയിൽ ഐ ഡി സെറ്റായിട്ടുണ്ട്. ബഫറിങ്ങിലാണ്. അപ്പോൾ അങ്ങനെ ജിമെയിൽ ഐ ഡി സെറ്റായി വരും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ നെക്സ്റ്റ് കൊടുക്കണം. കാരണം ഇതിൻ്റെ പോളിസി എഗ്രി കൊടുക്കണം, പ്രൈവസി പോളിസി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഐ എഗ്രി എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് എന്തായി? ഒരു ജിമെയിൽ ഐ ഡി ഓപ്പണായി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? അപ്പോൾ നമ്മൾ യൂട്യൂബ് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു അക്കൗണ്ട് ഉണ്ടായിട്ടുണ്ടാവും. പുതിയൊരു അക്കൗണ്ട് ഓപ്പണായി വരുന്നുണ്ട്. ബഫറിങ്ങിലാണ്. ഇപ്പോൾ നമ്മൾ കണ്ടോ ഇങ്ങനത്തെ ഒരു ഫേസ് ഓപ്പൺ ആവും. അവിടെ നമ്മളെ അടിയിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി അതിലാണോ കിടക്കുന്നത് ആ അക്കൗണ്ട് എന്ന് മുകളിൽ കാണിക്കുക. അതിൻ്റെ അടിയിൽ നമ്മൾ ഉണ്ടാക്കിയത് കാണാം. ഇപ്പോൾ അതാ ഞാനുണ്ടാക്കിയ മാത്സ് മൈൻഡ് എന്ന അക്കൗണ്ട് ഇതാ അവിടെ കാണിക്കും. അതൊരു അക്കൗണ്ട് എന്നുള്ളതിൻ്റെ ചുവട്ടിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. അതായത് നിങ്ങൾ എവിടെയാണ് ഉണ്ടാക്കിയ അക്കൗണ്ട് ആ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനത്തെ ഒരു ഫേസ് ഓപ്പൺ ആവും. അവിടെ താഴത്തെ റൈറ്റ് സൈഡിൽ ആ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ, അതായത് യൂട്യൂബിലെ പ്രൊഫൈൽ ഫേസ് ഓപ്പൺ ആവും. അവിടെ ക്രിയേറ്റ് ചാനൽ എന്നുള്ളിടത്ത് കൊടുക്കുക. ചാനൽ എന്നുള്ളിടത്ത് കൊടുക്കുമ്പോൾ നമ്മളിതാ ഇങ്ങനെ എത്തി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ചാനലിൻ്റെ നെയിം ഇവിടെയാണ് കൊടുക്കേണ്ടത്. ചാനൽ നെയിം അവിടെ ഒരു എഡിറ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് എന്താണോ ചാനൽ നെയിം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മുൻകൂട്ടിയിട്ട് പേരൊക്കെ തയ്യാറാക്കി വെക്കുക. ഏത് കാറ്റഗറിയിലുള്ള ചാനലാണ് എന്താ കൊടുക്കേണ്ടതെന്നൊക്കെ തയ്യാറാക്കി വെക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ അവിടെ എൻ്റെ ചാനലിൻ്റെ പേര്, അതായത് ജിമെയിൽ ID മറ്റൊന്നായിരുന്നു, പക്ഷേ ചാനലിൻ്റെ പേര് മറ്റൊന്നാണ്. അപ്പോൾ ഞാൻ ചാനലിൻ്റെ പേര് കൊടുക്കുകയാണ്. ഞാൻ നജീസ് റോസ്റ്റ് എന്ന പേരാണ് കൊടുക്കുന്നത്. കാരണം ഞാൻ റിയാക്ഷനും മറ്റുമായിട്ട് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്ത ചാനലാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു പേര് എന്ന് എനിക്ക് തോന്നിയത് എൻ്റെ പേര് വെച്ചിട്ട് തന്നെ നജീസ് റോസ്റ്റ് എന്ന് പറയുന്നൊരു ചാനലാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ പേര് കരുതിയിരിക്കണത് ആ പേര് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ പേര് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവ് കൊടുക്കുക. സേവ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഹാൻഡിൽ നെയിമും അതുമായിട്ട് ബന്ധപ്പെട്ട പേര് വരും. ഇനി അതിലെന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അതും നമുക്ക് എഡിറ്റ് ചെയ്താൽ അലൗഡ് ആണെങ്കിൽ തരും. കാരണം നമ്മുടെ ചാനലിൻ്റെ പേരിൽ ഒരുപാട് ചാനലുണ്ടാവും, പക്ഷേ ഹാൻഡിൽ നെയിം ഒന്ന് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഇനി ക്രിയേറ്റ് ചാനലിന് കൊടുക്കുക. ഇതൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചാനലിന് കൊടുത്തു കഴിയുമ്പോൾ നമ്മളിതാ ഇത്തരത്തിൽ വീണ്ടും യൂട്യൂബിൻ്റെ ഫേസ് ഓപ്പൺ ആയി വരും. അവിടെ ആ ലോഗോയിൽ, പ്രൊഫൈൽ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ വരും വ്യൂ ചാനൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നജീസ് റോസ്റ്റ് എന്ന് പറഞ്ഞ ചാനൽ വന്നിക്കണം. അപ്പോൾ നിങ്ങളെന്താ കൊടുത്തിരിക്കണം, ആ ചാനലിൻ്റെ പേര് അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ വ്യൂ ചാനലിൽ എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ കാണാം. ഇനി നമുക്ക് യൂട്യൂബിൻ്റെ അഡ്വാൻസ് സെറ്റിങ്സിന് വേണ്ടി ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയതിന് ശേഷം അവിടെ youtube.studio.com എന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു ഫേസ് വരും. ഇനി നമ്മൾ മുകളിൽ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. മൊബൈലിൽ കാണുന്നവർ കേട്ടോ, അതായത് ലാപ്ടോപ്പിനെ പോലെ ആക്കാനാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ഫേസിലെത്തും. ഇവിടെ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നിലവിൽ ഏത് അക്കൗണ്ടിലാണോ ചാനലിലാണോ കിടക്കുന്നത് അവിടേക്ക് എത്തും. നമ്മൾ ആ പ്രൊഫൈലിലേക്കാണ് നമ്മൾ കയറുക. അവിടെ ആ പ്രൊഫൈൽ പിക്ക് കാണാം വലത്ത് സൈഡിൽ മുകൾ ഭാഗത്തായിട്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം, സ്വിച്ച് അക്കൗണ്ട്. അതിൻ്റെ നേരെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലെ മൊത്തം ചാനലുകളെ കാണിക്കും. ആ ചാനലിൽ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ചാനലുണ്ടാവും. ഇപ്പം ഞാൻ നജീസ് റോസ്റ്റാണ്, നിങ്ങൾ ഏതാണോ ക്രിയേറ്റ് ചെയ്തത് ആ ചാനലിൻ്റെ നേരെ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിതാ വീണ്ടും പുതിയൊരു സ്റ്റുഡിയോൻ്റെ ഫേസ് ഓപ്പൺ ആയി വരും. അവിടെ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്ന് കാണാം. ആ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചാനലിൻ്റെ പ്രൊഫൈലിലേക്കാണ് പോകുക, സ്റ്റുഡിയോൻ്റെ പ്രൊഫൈലിലേക്ക്. അവിടെ കണ്ടിന്യൂ എന്നുള്ളത് ഓപ്ഷൻ കൊടുക്കുക. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് താഴെ ലെഫ്റ്റ് സൈഡിൽ ഒരു സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാം, അതിൻ്റെ ആ ലോഗോ, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ യൂട്യൂബിൻ്റെ അഡ്വാൻസ് സെറ്റിങ്സിലേക്ക് കിടക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫേസ് ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് കുറച്ച് സെറ്റിങ്സുകൾ ചെയ്യാനുണ്ട്. അത് ജനറൽ എന്നുള്ളതിൽ US ഡോളറിലാണ്, അതായത് നമുക്ക് കിട്ടേണ്ട കറൻസി ഏത് ഡോളറിലാണോ ഇന്ത്യ റുപ്പിയിലാണോ കണക്കാക്കേണ്ടത് എന്നുള്ളതാണ്. അടുത്ത ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ, അവിടെ പോയി കഴിഞ്ഞാൽ ബേസിക് ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ സെലക്ട് കൺട്രി. അപ്പോൾ നമ്മളെ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുക, അതായത് രാജ്യത്തിൻ്റെ പേര്. പിന്നെ അടുത്തത് കാണിക്കുന്നത് കീവേഡ്സ് കൊടുക്കാനാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അവിടേക്ക് അനുയോജ്യമായ കുറച്ച് കീവേഡ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ആദ്യം നമ്മുടെ ചാനൽ ഏതൊക്കെ രീതിയിലുള്ള ഏത് കാറ്റഗറിയിലുള്ള ചാനലാണോ ആ ചാനലിന് അനുസൃതമായ കീവേഡ്സുകൾ അവിടെ കൊടുക്കുക. ഞാനിവിടെ റിയാക്ഷൻ ചാനലായതുകൊണ്ട്, റോസ്റ്റിംഗ് ചാനലായതുകൊണ്ട് റിയാക്ഷൻ വീഡിയോ മലയാളം, റോസ്റ്റിംഗ് മലയാളം വീഡിയോ റോസ്റ്റിംഗ്, അങ്ങനെ കുറച്ച് കീവേഡ്സാണ് കൊടുക്കുന്നത്. നിങ്ങൾ എന്താണോ ചാനൽ ഏത് കാറ്റഗറി, പലരും പല രീതിയിലുള്ള ചാനലാണല്ലോ തുടങ്ങുക. ഏത് കാറ്റഗറിയിലുള്ള ചാനലോ ആ ചാനലിനെ സംബന്ധിക്കുന്ന ഒരു 10-12 കീവേഡ്സ് കൊടുക്കുക. ഒരുപാട് കൊടുക്കണമെന്നില്ല, പ്രധാനപ്പെട്ട ഒരു 10-12 കീവേഡ്സ് കൊടുക്കുക. ChatGPT-നോട് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT പറഞ്ഞു തരും. നിങ്ങൾ കൊടുക്കുന്ന ചാനൽ എങ്ങനെയുള്ളതെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അതിനുള്ള കീവേഡ്സ് തരും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പിന്നെ അതിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ പ്രൊഫൈലിലെത്തി അവിടുന്ന് വീണ്ടും സെറ്റിങ്സ് കയറിയിട്ട് വീണ്ടും തിരികെ വരിക. അങ്ങനെ നമ്മൾ വീണ്ടും സെറ്റിങ്സിലേക്ക് വരികയാണ്. സെറ്റിങ്സിൽ നമ്മൾ അടുത്തായിട്ട് അപ്ലോഡ് ഡിഫോൾട്ട് എന്ന സെറ്റിങ്സാണ് കാണുന്നത്. അവിടെ ബേസിക് ഇൻഫോ ടൈറ്റിൽ കൊടുക്കാൻ പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ കൊടുക്കുന്ന ടൈറ്റിൽ യൂട്യൂബിൽ എല്ലാ വീഡിയോസിനും ടൈറ്റിലായി വരും. അപ്പോൾ നമുക്കവിടെ ടൈറ്റിൽ കൊടുക്കേണ്ട.
അവിടെ നമുക്ക് ബ്ലാങ്ക് ആക്കി ഇടുന്നത് നല്ലത്. പിന്നെ അടുത്ത് ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ ചാനലിൻ്റെ എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക. ചാനലിൻ്റെ നെയിം, കുറച്ച് ഹാഷ്ടാഗുകൾ അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ നമ്മൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ചാനലാണ് അതിനെക്കുറിച്ചിട്ട് ചെറിയൊരു വിവരണം. പിന്നെ അൺലിസ്റ്റഡ് വിസിബിലിറ്റിയിൽ നമ്മൾ അൺലിസ്റ്റഡ് ആക്കി വെക്കുക. കാരണം യൂട്യൂബിൻ്റെ നമുക്ക് പബ്ലിക് ആക്കേണ്ട കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാതിരിക്കാനാണ്. പിന്നെ ഹാഷ്ടാഗ് സെറ്റ് ചെയ്യുക. അവിടെ താഴെ ടാഗ്സ് എന്നുള്ളിടത്ത് ഹാഷ്ടാഗ് സെറ്റ് ചെയ്യുക. ഹാഷ്ടാഗ് നമ്മൾ പിന്നെ ChatGPT പറഞ്ഞാൽ നമുക്ക് അതിന് വേണ്ട ഹാഷ്ടാഗുകൾ നൽകും. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, അൺലിസ്റ്റഡ് ആക്കി ഹാഷ്ടാഗ് കൊടുത്തിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുക്കണം, മറക്കരുത്. അങ്ങനെ സേവ് ചെയ്തതിനെ കൊണ്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ പ്രൊഫൈലിലെത്തും. അവിടുന്ന് വീണ്ടും സെറ്റിങ്സിലേക്ക് തിരികെ വരിക. ഓക്കെ, അങ്ങനെ വന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും അപ്ലോഡ് ഡിഫോൾട്ട് എടുക്കുക. അതിൻ്റെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന ഓപ്ഷനിലേക്ക് പോവുക. അവിടെ ചെല്ലുമ്പോൾ ലൈസൻസ് എന്ന ഓപ്ഷനിൽ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിടുക. അത് നമ്മളെ പെർമിഷനുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അത് അതിലാണ് ഇടേണ്ടത്. പിന്നെ ലാംഗ്വേജിൽ മലയാളം കൊടുക്കാം. പിന്നെ കാറ്റഗറി എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ഞാൻ എൻ്റർടൈൻമെൻ്റ് ആണ് കൊടുത്തത്. നിങ്ങൾ ഏതാണോ എഡ്യൂക്കേഷൻ പർപ്പസോ ഏതാണോ, അതുപോലെ വ്ളോഗോ അതുപോലെ വാർത്താ ചാനലോ ഏത് കാറ്റഗറി ആണോ ആ കാറ്റഗറി കൊടുക്കുക. ഞാനിപ്പോൾ റോസ്റ്റിങ്ങോ റിയാക്ഷൻ ആയതുകൊണ്ട് ഞാൻ എൻ്റർടൈൻമെൻറ്റ് എന്നാണ് കൊടുക്കുന്നത്. മ്യൂസിക്കിനുണ്ടെങ്കിൽ മ്യൂസിക് ഉണ്ട്, ഗെയിമിംഗ് ഉണ്ട്, കോമഡി ഉണ്ട്, എഡ്യൂക്കേഷൻ പർപ്പസുള്ളൊരു കഥ ഉണ്ട്. പിന്നെ കാറിന് വണ്ടിനെ കുറിച്ച് എഴുതാനാണെങ്കിൽ ബൈക്കൊക്കെ ആണെങ്കിൽ കാർ ആൻഡ് വെഹിക്കിൾ ഉണ്ട്. പിന്നെ ന്യൂസ് പൊളിറ്റിക്സ് ആണ് റിയാക്ട് ചെയ്യണമെങ്കിൽ അതിനെ കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ എൻ്റർടൈൻമെൻ്റാണ് ക്ലിക്ക് ചെയ്തത്. പിന്നെ അടുത്തത് ക്യാപ്ഷൻ സർട്ടിഫിക്കേഷൻ എന്നുണ്ട്. അതിൽ നമ്മൾ ഒന്നും കൊടുക്കണം, അത് നന്നായി കിടന്നോട്ടെ. അതിൻ്റെ താഴെ മോഡറേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ പോയിട്ട് ബേസിക് എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് വന്ന ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ, അതായത് വീഡിയോക്ക് എത്ര ആൾക്കാർ ലൈക്ക് ഇട്ടിരിക്കുന്നു കാണാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്ക് ഓക്കെ, അല്ലെങ്കിൽ ടിക്ക് ഒഴിവാക്കി കൊടുക്കാം. അങ്ങനെ വീണ്ടും സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റുഡിയോൻ്റെ പ്രൊഫൈലിലെത്തും. അങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, സെറ്റിങ്സ് പോവുക. സെറ്റിങ്സ് പോയിട്ട് ചാനൽ എന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ അഡ്വാൻസ് സെറ്റിങ്സ് പോവാം. അപ്പോൾ നമുക്കൊരു ഫീച്ചർ കാണാം, ഡു യു വാണ്ട് ടു സെറ്റ് യുവർ ചാനൽ ആസ് മെയ്ഡ് ഫോർ കിഡ്സ്, അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണോ അതോ അല്ലേ എന്നുള്ളത്. അപ്പോൾ അവിടെ നോ ഇറ്റ്സ് നോട്ട് ഫോർ മെയ്ഡ് കിഡ് എന്ന് കൊടുക്കുക. കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അല്ല കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ അവിടെ യെസ് സെറ്റ് ദിസ് ചാനൽ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പ്രത്യേകിച്ച് ചെയ്യണ്ട. പിന്നീട് നമുക്ക് പിന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡബ്ബിങ് കാണും. അത് ഇപ്പോൾ എനേബിൾ ആക്കണ്ട. അതേപോലെ ഡിസേബിൾ ഇൻഡസ്ട്രി ബേസ്ഡ് ആർട്സ് അത് ഇപ്പോൾ അങ്ങനെ നടന്നോട്ടെ. പിന്നെ ക്ലിപ്സ് അലോ വ്യൂവേഴ്സ് ടു മൈ കണ്ടൻറ്റ് അത് ടിക്കറ്റ് കൊടുക്കുക. പിന്നെ നമ്മൾ അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴത്തേക്ക് പോന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള രണ്ട് കളങ്ങളാണ് വീഡിയോ ക്വാളിറ്റിയെ കുറിച്ചുള്ള. അപ്പോൾ അതിൽ രണ്ടിലും എന്ത് ചെയ്യുക, ടിക്ക് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ താഴത്തേക്ക് വന്നാൽ തേർഡ് പാർട്ടി ട്രെയിനിങ് എന്ന് കാണാം. ആ ഓപ്ഷനിൽ എന്ത് ചെയ്യരുത്, ടിക്ക് ചെയ്യരുത്. താഴെ അതായത് ഏറ്റവും താഴെ അത് അങ്ങനെ ടിക്ക് ചെയ്യാതെ കിടക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇനി നമുക്ക് ഫ്യൂച്ചർ എലിജിബിലിറ്റിക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് ഫ്യൂച്ചർ എനേബിൾ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഫോൺ നമ്പർ ഇൻ്റർമീഡിയറ്റ് ഫ്യൂച്ചർ എനേബിൾ ആക്കണം. അതായത് 15 മിനിറ്റ് കൂടുതലുള്ള വീഡിയോകൾ ഇടണമെങ്കിലൊക്കെ എന്ത് വേണം, ലൈവ് സ്ട്രീമിംഗ് ഒക്കെ വേണമെങ്കിൽ അത് എനേബിൾ ആക്കണം. സെക്കൻഡത്തെ ഇൻ്റർമീഡിയറ്റ് അത് ഫോൺ വെരിഫിക്കേഷനിലൂടെയാണ് നമ്മുടെ ഫോൺ നമ്പർ എന്ത് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൽ ഫോൺ വെരിഫിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലത്തെ ഒരു ഫേസിലെത്തും. ഇവിടെ എത്തിയിട്ട് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് മീ ദ വെരിഫിക്കേഷൻ കോഡ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ആയിട്ട് അതിൻ്റെ OTP വരും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ നമ്പർ അവിടെ അടിച്ചെടുക്കുക. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഇന്ത്യ എന്നുള്ള കൊടുക്കുക, സെലക്ട് കൺട്രി, പിന്നെ നമ്മളെ നമ്പർ അടിച്ചെടുക്കുക. അങ്ങനെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോഡ് വരും നമ്മുടെ ഫോണിക്ക്. ഏത് നമ്പറാണ് കൊടുത്ത ആ നമ്പർക്ക്. അപ്പോൾ എന്ത് ചെയ്യുക, ആ നമ്പർ എന്ത് ചെയ്യും, അവിടെ അതിൻ്റെ OTP കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ വെരിഫിക്കേഷന് കംപ്ലീറ്റ് ആവും. പിന്നെ അടുത്ത നമ്മൾ സബ്മിറ്റ് കൊടുത്തതോട് കൂടിയിട്ട് ഫോൺ നമ്പർ അതായത് OTP കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഫോൺ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ അതും അതായത് ഇൻ്റർമീഡിയറ്റ് ഫ്യൂച്ചർ എനേബിൾ ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാനുള്ളത് അഡ്വാൻസ്ഡ് ഫ്യൂച്ചറാണ്. അവിടെ നമ്മൾ വീഡിയോ വെരിഫിക്കേഷനോ അല്ലെങ്കിൽ ചാനൽ ഹിസ്റ്ററി വഴിയോ എന്ത് ചെയ്യും, അത് എനേബിൾ ആകും. അപ്പോൾ വീഡിയോ വെരിഫിക്കേഷൻ വഴി ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ 3 ഓപ്ഷൻ കാണാം, വാലിഡ് ID അല്ലെങ്കിൽ ചാനൽ ഹിസ്റ്ററി, വീഡിയോ വെരിഫിക്കേഷൻ. അപ്പോൾ വീഡിയോ വെരിഫിക്കേഷൻ കൊടുത്തിട്ട്
ആക്സസ് ഫീച്ചറിൽ കൊടുത്താൽ ഇതേപോലെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ നമ്മൾ ടേക്ക് എ 6 സെക്കൻഡ് ആൻഡ് വീഡിയോ യുവർ സെൽഫ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫേസ് കാണാം. അപ്പോൾ അതിൽ ഗെറ്റ് ആൻ ഇമെയിൽ ഇൻസ്റ്റീഡ് എന്ന് കാണാം. അവിടെ എന്ത് ചെയ്യാം, ആ ബ്ലൂ ലെറ്ററിൽ, അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, അത് കൊടുത്തിട്ട് ഡണ്ണ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഇമെയിലേക്ക്, അതായത് നമ്മൾ പുതിയ ഉണ്ടാക്കിയ ഇമെയിൽ ഉണ്ടല്ലോ ഈ ചാനലിന് വേണ്ടിയിട്ട്, അതിലേക്ക് എന്ത് ചെയ്യും, OTP അതായത് വെരിഫിക്കേഷൻ്റെ ലിങ്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, അതിൽ പോവുക, അതായത് ഇമെയിൽ തുറക്കുക. എന്നിട്ട് നമ്മളെ പുതിയ മെയിൽ ഉണ്ടല്ലോ, അതായത് Gmail ഉണ്ടായിട്ടുണ്ടല്ലോ, ആ മെയിൽ തുറക്കുക. തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുണ്ടാവും ഇതുപോലെ ഒന്ന് കിടക്കുന്നുണ്ടാവും, യൂസ് വീഡിയോ വെരിഫിക്കേഷൻ ഓൺ ഗെറ്റ് അഡ്വാൻസ്ഡ് യൂട്യൂബ് ഫ്യൂച്ചർ എന്നുള്ളത്. അതിൽ സ്റ്റാർട്ട് വെരിഫിക്കേഷന് കൊടുക്കുക. സ്റ്റാർട്ട് വെരിഫിക്കേഷന് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലെത്തോടെ എല്ലോ കൊടുക്കുക. എല്ലോ കൊടുത്തിട്ട് പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കാണിക്കുക. നമുക്കൊരു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു മാതൃക കാണിച്ചു തരും. അതായത് വലത്തോട്ട് തിരിയാൻ, ഇടത്തോട്ട് തിരിയാൻ, അതുപോലെ മുകളിലേക്ക് താഴത്തിലേക്ക് കാണിക്കാൻ, അങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ കൊടുത്ത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പ്രൊസീജിയർ നടക്കുക കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യും, എലിജിബിൾ ആവും. എൻ്റേത് അപ്പം തന്നെ ആയി, അതായത് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയി. ചിലത് മാക്സിമം 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ എലിജിബിൾ ആവും. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത സെറ്റിങ്സൊക്കെ പോവാം. പിന്നെ അപ്ലോഡ് ഡിഫോൾട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സെറ്റിങ്സുകൾ 3-4 ഓപ്ഷൻ ഉണ്ട്. പിന്നെ പെർമിഷനാണ്, അവിടെ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് എന്താണെന്ന് നോക്കുക. പിന്നെ കമ്മ്യൂണിറ്റി മോഡറേഷൻ അതിൽ പോവുക. അതുപോലെ നമ്മളെ കമൻറ്റ് സെക്ഷനൊക്കെ ഉണ്ട്, എങ്ങനെ ഏത് തരത്തിലുള്ള കമൻറ്റ് വേണ്ടതെന്നുള്ളത് ബേസിക് ചെയ്യുക. പിന്നെ കമൻറ്റ് ഓണാക്കുക. പിന്നെ അതിൻ്റെ അടിയത്തെ നണ്ണ് കൊടുക്കുക. പിന്നെ നമുക്ക് ഏതൊക്കെ വേർഡ് കമൻറ്റിൽ നിന്ന് ഒഴിവാക്കുക, അതായത് എന്തെങ്കിലും മോശമായിട്ടുള്ള വേർഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ കമൻറ്റിൽ വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ ബ്ലോക്ക്ഡ് വേർഡ് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത രണ്ടും അത് അത്ര അത്യാവശ്യമില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് അത്ര അവിടെ സെറ്റിങ്സ് ജസ്റ്റ് എന്താണെന്ന് നോക്കുക. അല്ല ഇപ്പം നമുക്ക് ഇനി അവിടെ ഒന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്തെ സെറ്റിങ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ തിരിച്ച് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ പിന്നെ ഹോം പേജിലേക്ക് വരിക. അവിടെ വന്നിട്ട് പിന്നെ നമുക്ക് ലൈബ്രറി എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് കോപ്പിറൈറ്റ് ഫ്രീ ഉള്ള മ്യൂസിക്കുകൾ കാണാം. അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കേൾക്കാൻ അധികം, അത് നമുക്ക് വേണ്ടത് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. പിന്നെ അടുത്തത് നമ്മളെ കസ്റ്റമൈസേഷന്, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൻ്റെ ബാനർ കൊടുക്കാം. അതൊക്കെ ആദ്യം അതിനൊരു അളവുണ്ട്, അവിടെ കൊടുത്ത അളവിൽ ChatGPT കൊടുത്താലൊക്കെ കറക്റ്റ് അളവിൽ തരും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പ്രൊഫൈൽ പിക്ക്, അതായത് ചാനലിൻ്റെ പിക്ക് എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക. രണ്ട് ഞാൻ മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നു, അപ്പോൾ എന്ത് ചെയ്തു, അതവിടെ സെറ്റ് ചെയ്തു. പിന്നെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ചാനലിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതാം. പിന്നെ അതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പരസ്യങ്ങളും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക്, അതായത് മറ്റൊരു ടീം ആരെങ്കിലും നമുക്ക് ഒരു മെസ്സേജ് വിടണമെങ്കിൽ ഇമെയിലിൽ നമ്മളെ കിട്ടുന്ന നമ്മളെ ഒറിജിനൽ ഇമെയിൽ ID കൊടുക്കുക. ഈ ഇമെയിൽ, അതായത് നമ്മൾ ചാനലിൻ്റെ മെയിൽ ID തന്നെ കൊടുക്കണമെന്നില്ല, നമ്മുടെ കോമായിട്ടുള്ളൊരു മെയിൽ ID ഉണ്ടാവുമല്ലോ, അത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ വാട്ടർമാർക്ക് കൊടുക്കാനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ്, പിന്നെ നമുക്ക് നമ്മളെ ചാനലിൻ്റെ ലിങ്ക് നമ്മളെ വാട്സപ്പ് ഫേസ്ബുക്കിനോടൊക്കെ പിന്നെ കണക്ട് ചെയ്യാം. അതിന് ആഡ് ലിങ്ക് കൊടുക്കേണ്ട കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് കണക്റ്റ് ആവും. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പിന്നെ ഹാൻഡിൽ നെയിമും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ യൂട്യൂബിൻ്റെ യൂട്യൂബ് എന്ന സെക്ഷനിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാണ്ട്, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളെല്ലാവരും കാണുക, അതെങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇപ്പം നമുക്ക് ചെയ്യണമെന്നില്ല, നമുക്ക് മോട്ടിവേഷന് മുന്നായിട്ട് ചെയ്താൽ മതി. പിന്നെ അതിൽ നമുക്ക് വീഡിയോ നമ്മൾ മോട്ടിവേഷനുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ബാക്കിയുള്ളത് നമുക്ക് ഒക്കെ ചാനലിൽ നമുക്ക് വീഡിയോ ഇട്ടതിന് ശേഷം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ ഇത്രയൊക്കെയുള്ളൂ ഇതിൽ. ഇപ്പോൾ നമ്മൾ ചാനൽ ഏറെക്കുറെ ശരിയായിട്ടുണ്ട്. ഇനി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷന് മുന്നായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ അതിന് കൂടുതൽ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് അറിയാം. ഇനി ബാക്കിയുള്ളതിലൊക്കെ എങ്ങനെയാണ് എൻ്റെ മറ്റൊരു ചാനലിൻ്റെ പിന്നെ ഡാഷ്ബോർഡ് കാണിച്ചിട്ട് തരാം. അതായത് എൻ്റെ നിജിലാദ് വ്ളോഗ് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്, അതിൽ ഏതാണ്ട് 53,000 സബ്സ്ക്രൈബർ ഉണ്ട്. അപ്പോൾ ആ ചാനലിനെ കുറിച്ചിട്ടുള്ള, അതായത് അതിൻ്റെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഓവർവ്യൂ, കണ്ടൻറ്റ്, ഓഡിയൻസ് എല്ലാം അതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ലാസ്റ്റത്തെ 28 ദിവസം കൊണ്ട് 23.5 മില്യൺ വ്യൂസ് ഉണ്ട്, 126.9 വാച്ച് അവർ ഉണ്ട്. അപ്പോൾ ഇതിലുണ്ടാവും അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ്. പിന്നെ അവിടെ കണ്ടൻറ്റ് എന്നുള്ളിടത്ത് നമ്മൾ യൂട്യൂബിൽ ഷോർട്സ്,
അതേപോലെ വീഡിയോ എന്തൊക്കെ കയറ്റിക്കണം എന്നുള്ള ആക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വീഡിയോസാണ്, ഇപ്പോൾ ഈ കാണുന്നത് ഷോർട്സാണ്. പിന്നെ അതിന് കിട്ടിയ ബ്ലോക്ക് ചെയ്ത വീഡിയോകൾ, അങ്ങനെ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്തുണ്ടാവും അതിലുണ്ടാവും. അപ്പോൾ ഇതൊരു ഉദാഹരണത്തിന് ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നാണ്. അപ്പോൾ മറ്റേ ഇപ്പോൾ വീഡിയോ ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. പിന്നെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാക്ക് വന്നിട്ടുണ്ട് നമ്മളെ ചാനലിലേക്ക് തന്നെ, പുതിയ ചാനലിലേക്ക്. അപ്പോൾ അവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കണ്ടില്ലേ, അവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അതിനെ കണ്ടിന്യൂ കാണും. അപ്പോൾ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലെത്തും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ കൂടുതലായി പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ അതായത് വീഡിയോ ഒരുപാട് നീളും, അതുകൊണ്ട് ഇപ്പോൾ പറയണില്ല, അതിന് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാം, ഫസ്റ്റ് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങാം, അതിൻ്റെ ശേഷം നമുക്കത് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് അധികമാകുന്നുള്ളതുകൊണ്ടാണ് ഇതിൽ പറയാത്തത്. പിന്നെ അത് മാത്രമല്ല, അത് മോണിറ്റൈസേഷന് മുന്നേ ചെയ്താലും മതി. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാലും അത് ചെയ്തു, പക്ഷേ വീഡിയോ ലെങ്ത് അധികം ഉണ്ടാച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാത്തത്. ഞാൻ ഇനി വേറെ അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചിട്ട് നമ്മളെ ചാനൽ ഡാഷ്ബോർഡിൽ വന്ന് അവിടെ നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ കാണിക്കുക. അതുപോലെ സ്ട്രൈക്കോ കോപ്പി റൈറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെയാണ് കാണിക്കുക. അപ്പോൾ നമ്മളെ ചാനലിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനുള്ളത് നമുക്ക് വേഗം ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഷോർട്സും വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങാം. ഞാൻ എങ്ങനെയാണ് ഷോർട്സും വീഡിയോ ഒക്കെ ഇടേണ്ടത് എന്നുള്ളത് എൻ്റെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരും. അപ്പോൾ അറിയാത്തവർ അങ്ങനെ ചെയ്യാം, അത് കാണാം. അല്ലാത്തവർ എന്ത് ചെയ്യാം, അറിയുന്ന ആൾക്കാർ അത് ചെയ്തിട്ട് ഇട്ട് തുടങ്ങാം. അപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനലായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഷോർട്സും വീഡിയോസൊക്കെ ഇടുക. അപ്പോൾ ഇതെങ്ങനെയായിട്ടുണ്ട് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാത്തവർക്ക് ഞാൻ നാളെ ഒരു വീഡിയോ ഇടുന്നുണ്ട്, ആ വീഡിയോ കാണാം, എന്നിട്ട് അതേപോലെ ചെയ്യാം. അല്ലാത്ത അറിയുന്ന ആളുകൾ ഇപ്പം തന്നെ ഇട്ട് തുടങ്ങാം. പിന്നെ നിങ്ങൾക്ക് അധികം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിവിടെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മെസ്സേജ് ഇട്ട് ഞാൻ പറഞ്ഞുതരും, അതുപോലെ കമൻറ്റിൽ ചോദിക്കുക. പിന്നെ കൂടാതെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ കാര്യം നമ്മൾ പ്രത്യേക വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയൊരു ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഇട്ടിട്ട് തുടങ്ങാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ പിന്നെ ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.